Hello friends, now we have to discuss about the topic limitations of ratio analysis. Limitations of ratio analysis. We have already learned about the uses, objectives and features of ratio analysis. Here we can explain the limitations of ratio analysis. What are the limitations of ratio analysis? The limitations are inherent limitations of accounting. Non-monetary factors are ignored. Qualitative factors are ignored. Not a substitute for judgment. Need for comparative analysis. Lack of adequate standard. Window dressing. Price level changes. The first one says about inherent limitations of accounting. We have already learned that management accounting is prepared on the basis of financial accounting and cost accounting. Ratio analysis is one of the technique of management accounting. Is important and common technique of management accounting is ratio analysis. Ratio analysis is ratios are calculated on the basis of accounting information, that is financial accounting information and cost accounting information. If there is any limitation in the financial accounting and cost accounting, it will also affect ratio analysis. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ കോസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കോസ്റ്റ് ഡാറ്റയിലോ ഫിനാൻഷ്യൽ ഡാറ്റയിലോ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്കിനെ അഫക്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസിനെ അഫക്റ്റ് ചെയ്യും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കണ്ടെയ്ൻസ് എറർ, ഇറ്റ് വിൽ ഓൾസോ മേക്സ് എറേഴ്സ് ഇൻ റേഷ്യോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഓരോ ലിമിറ്റേഷനും ഇതിനെ അഫക്റ്റ് ചെയ്യും. Then the next limitation is non-monetary factors are ignored. Ratio analysis doesn't consider non-monetary factors. What are the non-monetary factors? That is qualitative in nature, that is loyalty and commitment of വർക്കേഴ്സ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ ഈ റേഷ്യോ അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കില്ല. കാരണം വെച്ചാൽ റേഷ്യോ അനാലിസിസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് സച്ച് ആസ് മൊറൈൽ ആൻഡ് ലോയൽറ്റി ഓഫ് വർക്കേഴ്സ്, ഹ്യൂമൻ റിലേഷൻസ് എക്സെട്ര ആർ ഇഗ്നോർഡ്. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കുമെങ്കിലും റേഷ്യോസ് വഴി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. Then the next one, qualitative factors are ignored. We have already explained the qualitative factors. What do you mean by qualitative factors? Qualitative factors are those which are not measurable in terms of money. That is qualitative factors. ഈ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നില്ല. ഇപ്പോൾ ബാങ്കുകളൊക്കെ നമുക്ക് ലോണുകൾ തരുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രം നോക്കിയിട്ടല്ല അല്ലെ, ആ ഒരു ബോറോവറുടെ ആ കമ്പനിയുടെ ആ ഒരു ക്യാരക്ടർ അല്ലെ, അതൊക്കെ നോക്കിയിട്ടാണ് സാധാരണ ലോണുകൾ കൊടുക്കുക. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനേക്കാൾ ഉപരി അവരുടെ ക്യാരക്ടർ ഓഫ് ദ ബോറോവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് 100% റേഷ്യോ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്? റേഷ്യോ അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. Qualitative factors like quality of the borrower, character of the borrower are also ignored. Then the next limitation is it is not a substitute for judgment. It is not a substitute for judgment. Ratio analysis do not make. Through ratio analysis we can't make conclusion. It's only a tool for judgment. It is not a substitute for judgment. അല്ലെ, ഇപ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ജഡ്ജ് ചെയ്യാണ്. നമ്മൾ ആ ജഡ്ജ് ചെയ്യുന്നതിന് പകരം വെക്കാനായിട്ട് റേഷ്യോ അനാലിസിസിനെ കൊണ്ട് സാധിക്കില്ല. ആ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂള് മാത്രമാണ് റേഷ്യോ അനാലിസിസ്. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെന്റ്. ഇറ്റ് ഈസ് ഓൺലി എ ടൂൾ ഫോർ ജഡ്ജ്മെന്റ്. Then the next limitation is need for comparative analysis.
ഇത് നമുക്കൊരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്താൻ റേഷ്യോ അനാലിസിസ് വഴി സാധിക്കില്ല. A single ratio cannot provide itself as a result. അല്ലെ, ഒരു റേഷ്യോ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ കറണ്ട് റേഷ്യോ 2.5:1. നമ്മൾ ഓൾറെഡി റേഷ്യോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. 2.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ റേഷ്യോ അല്ലേ. ഇറ്റ് കനോട്ട് റിവീൽ എനിത്തിങ്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യണം, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷം എങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് റേഷ്യോ കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടുന്നുള്ളൂ. ഒരു കമ്പാരറ്റീവ് അനാലിസിസ് ഉപയോഗിച്ചാൽ, അല്ലാതെ ഒരു സിംഗിൾ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കാൽക്കുലേറ്റ് എ നമ്പർ ഓഫ് റേഷ്യോസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ദെൻ ദ നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്. There will be no adequate standard for comparing a ratio. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും നമ്മളിപ്പോൾ ഒരു പെർഫോമൻസിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് വെക്കും. ഇവിടെ റേഷ്യോ അനാലിസിസിന് മിക്ക റേഷ്യോസിനും നമുക്കൊരു സ്റ്റാൻഡേർഡ് വെക്കാനായിട്ട് പറ്റില്ല. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കുറേ റേഷ്യോക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് വെക്കാൻ പറ്റും. 2:1 അല്ലെങ്കിൽ 1:1 അങ്ങനെയുള്ള റേഷ്യോസ് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ എല്ലാത്തിനും നമുക്കത് പോസിബിൾ അല്ല. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡസൻറ്റ് ഫോളോ ഇൻ ഫിക്സഡ് ഫോർമാറ്റ് ഓർ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ് അല്ലെ. ഒരു കമ്പയർ ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നമുക്കില്ല എന്നുള്ളത് ഇവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ, വിൻഡോ ഡ്രസ്സിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി വിൻഡോ ഡ്രസ്ഡ്. അതായത് വിൻഡോ ഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും കാണിക്കുക. അതായത് ഇപ്പോൾ നമ്മളുടെ കറണ്ട് റേഷ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേം സോൾവൻസി ആണ് നമ്മുടെ ഈ കറണ്ട് റേഷ്യോ കാണിക്കണം. ഈ ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഷോർട്ട് ടേം ഡെറ്റുകൾ പേ ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കപ്പാസിറ്റിയാണ് ഷോർട്ട് ടേം സോൾവൻസി. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ഇതൊക്കെ വഴിയായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുക. പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റേഷ്യോസ് വഴിയായിട്ടാണ് നമ്മൾ ഇവരുടെ ഷോർട്ട് ടേം സോൾവൻസി ഒക്കെ അറിയും. അപ്പോൾ ഈ റേഷ്യോസ് ഒക്കെ, ഈ കറണ്ട് റേഷ്യോ ഒക്കെ കൂട്ടിക്കാണിക്കുക ഇൻ ഓർഡർ ടു അട്രാക്ട് ദ കൺസ്യൂമർ. അപ്പോൾ അതിനുവേണ്ടി കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ബാങ്കുകളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ള ഫിഗറുകൾ, ദാറ്റ് ഈസ് അവർ അസറ്റ്സുകളൊക്കെ നമ്മൾ കൂട്ടിക്കാണിക്കുക. അതിനെയാണ് നമ്മൾ ഈ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുക. അപ്പോൾ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്സിനൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ റേഷ്യോ അനാലിസിസ് ഇസ് എ വിൻഡോ ഡ്രസ്സിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. വിൻഡോ ഡ്രസ്സിങ് മീൻസ് മാനിപ്പുലേറ്റിംഗ് അവർ അക്കൗണ്ട് വിത്ത് എ വ്യൂ ടു പ്രസന്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസിനും ഒരു ബെറ്റർ പിക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്യുമ്പോഴാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയാം. Okay, then price level changes. Changes in price level may affect the comparability of ratios. നമുക്കറിയാം, നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നതും 2 വർഷം മുമ്പും ഒരു അസറ്റ് വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ വാങ്ങുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസും നമ്മുടെ റേഷ്യോനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. വർഷങ്ങളിൽ ഓരോ മെറ്റീരിയലിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രൈസ് ലെവൽ ചേഞ്ചസും ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നു. These are the limitations of ratio analysis. First one, inherent limitations of accounting. Accounting suffers from a number of limitations. Ratio is one of the important tool of management accounting. Management accounting or ratio analysis is prepared on the basis of accounting information. If there is any error or mistakes in accounting, it will also affect the ratio analysis. Non-monetary factors are ignored, like loyalty, commitment of workers, etc. are ignored here. The next one, qualitative factors are ignored. Qualitative factors such characteristics of the borrower is also ignored. Not a substitute for judgment, it is only a tool for judgment. Need for comparative analysis. A single ratio cannot reveal itself as a better one. The next one, lack of adequate standard. There will be no standard for comparison. Window dressing. It is the process of manipulating the account in order to provide a better picture of firm's financial position and performance. And the last one, price level changes will also affect the quality of ratio analysis. Okay, thank you.